ഹായ് എല്ലാവർക്കും സനറ്റ്സ് റീസണിംഗ് ക്ലാസ്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വേർഡ് അനലോഗി പാർട്ട് 3 ആണ്. പോയ 2 ക്ലാസ്സുകളിൽ അതായത് വേർഡ് അനലോഗി പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3 കാണുക. കാരണം ഓരോ സെറ്റിലും ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽട്ടീസ് കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വൊക്കാബുലറീസ് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഡോക്ടർ ഈസ് റിലേറ്റഡ് ടു പേഷ്യന്റ് ഇൻ ദ സെയിം വേ ആസ് ലോയർ ഈസ് റിലേറ്റഡ് ടു ഡാഷ്. എ കസ്റ്റമർ, ബി അക്യൂസ്ഡ്, സി മജിസ്ട്രേറ്റ്, ഡി ക്ലയന്റ്. ഇപ്പൊ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി. ഓക്കെ, ശരിക്കുള്ള മലയാളം എന്ന് പറഞ്ഞാൽ ബിഷഗ്വരൻ എന്നൊക്കെയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോത്തിക്കിരി, ബിഷഗ്വരൻ എന്നൊക്കെയാണ് ഡോക്ടറിന്റെ മലയാളം. എന്തായാലും ഫിസിഷ്യൻ, ചികിത്സിക്കുന്ന ആള്. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, രോഗി, രോഗമുള്ള വ്യക്തി. ഡോക്ടർ ഈസ് റിലേറ്റഡ് ടു പേഷ്യന്റ്. ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ബന്ധം പോലെ ഇൻ ദ സെയിം വേ ആസ് ലോയർ ഈസ് റിലേറ്റഡ് ടു. ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഭാഷകൻ. ഓക്കെ, ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഭാഷകൻ. ഇതിൽ അഭിഭാഷകനുമായിട്ട് ആ ബന്ധം, ഈ ഡോക്ടറും പേഷ്യന്റും ഉള്ള അതേ റിലേഷൻ അഭിഭാഷകന് ആരുമായിട്ടാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഒന്ന് കസ്റ്റമർ. കസ്റ്റമർ എന്ന് പറയുകയാണെങ്കിൽ ഉപഭോക്താവ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഉപഭോക്താവ്. ഇപ്പൊ നമ്മൾ കടയിൽ നിന്നൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, അതിന്റെ ഉപഭോക്താവാണ്. ഓക്കെ. അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പ്രതി. അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രതി. ഓക്കെ, അപ്പൊ അക്യൂസ്ഡ് നമുക്ക് അവിടെ പെൻഡിങ്ങിൽ വെക്കാം. ദെൻ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ കോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട്, ജഡ്ജി ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ മജിസ്ട്രേറ്റ് ഒരിക്കലും വരില്ല. പിന്നെ കസ്റ്റമറും ഇവിടെ വരില്ല. ഓക്കെ, കസ്റ്റമറും വരില്ല. കസ്റ്റമർ നമ്മൾ പൊതുവിൽ എങ്ങനെ പറയുന്ന ഒരു പേരാണ് കസ്റ്റമർ എന്ന് പറയുന്നത്, ഒരു ഉപഭോക്താവ്. അക്യൂസ്ഡ് അവിടെ നിൽക്കട്ടെ. ഇനി നാലാമതായിട്ട് വരുന്നത് ക്ലയന്റ് ആണ്. ക്ലയന്റ്. ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കക്ഷി എന്നാണ് അർത്ഥം, കക്ഷി. അപ്പോ ഇവിടെ അക്യൂസ്ഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ക്ലയന്റ് ആണ്. അതായത് ഒരു അഭിഭാഷകനെ നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ വാദിയോ പ്രതിയോ വാട്ടവർ ആരോ ആകട്ടെ, നമ്മൾ അദ്ദേഹത്തിന്റെ കക്ഷിയാണ്. ഓക്കെ, നമ്മൾ എന്താണ്, അദ്ദേഹത്തിന്റെ കക്ഷിയായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ഏതാണ്, ദാറ്റ് ഈസ് ക്ലയന്റ്. അപ്പൊ പ്രതിയായിട്ടൊക്കെ പിന്നീടാണ് പ്രതി ചേർക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ആ പ്രതി നിരപരാധിയാകാനും സാധ്യതയുണ്ട്. ഓക്കെ, സാഹചര്യ തെളിവുകളും പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സും, ഓക്കെ, സാക്ഷികളും മൊഴികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് എതിരാണെങ്കിൽ ഇദ്ദേഹം പ്രതിയാകും. ഇനി എതിരല്ല എങ്കിൽ ഇദ്ദേഹം നിരപരാധിയാകും, ആ വ്യക്തി നിരപരാധിയാകും. പക്ഷെ ഒരു അഭിഭാഷകനെ പോയി കാണുന്ന വ്യക്തി, ഓക്കെ, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന വ്യക്തിയെ പറയുന്ന പേര് കക്ഷി എന്നാണ്, അല്ലെ ക്ലയന്റ് എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, ക്ലയന്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മ്യൂസിയം ഈസ് റിലേറ്റഡ് ടു ക്യൂറേറ്റർ ഇൻ ദ സെയിം വേ ആസ് പ്രിസൺ ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ മാനേജർ, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി ജയിലർ, ഓപ്ഷൻ ഡി വാർഡൻ. അപ്പൊ മ്യൂസിയം എന്നാൽ നമുക്കറിയാം പുരാതന വസ്തുക്കളും പിന്നെ അതുപോലെ പ്രതിമകളും ഇതൊക്കെ സൂക്ഷിക്കുന്ന ഇടത്തിനെയാണ് നമ്മൾ മ്യൂസിയം എന്ന് പറയുന്നത്. ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ മ്യൂസിയം പരിപാലകനെ പറയുന്ന പേരാണ് ക്യൂറേറ്റർ. അപ്പൊ മ്യൂസിയം പരിപാലിക്കുന്ന ആൾ, അതാണ് ക്യൂറേറ്റർ. ഓക്കെ, അപ്പൊ ഇതൊരു സ്ഥാപനം, അതിന് പരിപാലിക്കാൻ അധികാരമുള്ള വ്യക്തി, അതാണ് ഇവിടുത്തെ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ പ്രിസൺ എന്ന് പറഞ്ഞാൽ ജയില്. ഓക്കെ, അത് പരിപാലിക്കുന്ന വ്യക്തി ആരാണ്? മാനേജർ അല്ല, ഓൾറെഡി നമുക്കറിയാം ഓപ്ഷൻ എ മാനേജർ അല്ല. ഇനി മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഉപദേശകൻ എന്നാണ് അർത്ഥം. ഓക്കെ, മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപദേശകൻ എന്നാണ് അർത്ഥം, അതും അല്ല. ഇനി ജയിലറും വാർഡനും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2 തരത്തിൽ നമുക്കറിയാം. ഒന്ന് ഹോസ്റ്റലൊക്കെ നോക്കി നടത്തുന്ന ആള്, പിന്നെ അതേപോലെ തന്നെ തടവിന് കാവൽ നിൽക്കുന്ന ആളെ, പുറത്ത് കാവൽ നിൽക്കുന്ന ഈ ആൾക്കാരൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഓരോ സെല്ലിന്റെ അടുത്തൊക്കെ കാവൽ നിൽക്കുന്ന ആളെ നമ്മൾ വാർഡൻ എന്ന് പറയും. പക്ഷെ ഇവിടെ അതല്ല, ടോട്ടൽ പ്രിസൺ നോക്കി നടത്തുന്ന ആൾ, അതിന്റെ അധികാരമുള്ള ആള്, ജയിലിലെ ഉദ്യോഗസ്ഥൻ, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. മ്യൂസിയത്തിൽ ക്യൂറേറ്റർ എങ്ങനെയാണോ
അതുപോലെ പ്രിസണിലുള്ള സ്ഥാനം ആർക്കാണുള്ളത്? അത് ജയിലർക്കാണുള്ളത്. ഓപ്ഷൻ സി ജയിലർ ഈസ് ആൻസർ. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ഇതില് റീസണബിൾ ആയിട്ട് വരുമ്പോൾ നോക്കുന്ന സമയത്ത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അത് ജയിലറാണ്. ഓക്കെ, then next question, soap is related to wash in the same way as broom is related to. സോപ്പ് നമുക്കറിയാം വാഷ് അലക്കുക. ഓക്കെ, ബ്രൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂല്. ഓക്കെ, ചൂല് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്ലീൻ എന്ന് നമ്മൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ക്ലീനിങ് നമ്മൾ വെള്ളവും പിന്നെ അതുപോലെ തന്നെ ബാക്കി മോപ്പുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ക്ലീനിങ് നടത്താറുണ്ട്. ഓക്കെ, ക്ലീനിങ് പല രീതിയിൽ നടത്താറുണ്ട്. ഇപ്പോൾ കാറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത്, വാഷ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ ആ ക്ലീനിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, പിന്നെ ചിലയിടങ്ങളിൽ തറ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ തുണി കൊണ്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബ്രൂം തന്നെ ക്ലീനിങ്ങിന് നിർബന്ധമില്ല. പിന്നെ ഡസ്റ്റ്, ഓക്കെ, പൊടി, അതിന് ഡസ്റ്റ് പോക്കുന്ന ഒരുപാട് തരത്തിലുള്ള മെഷീൻസും കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുക, അല്ലെ? അടിച്ചു വാരുക. ഫ്ലോർ, നിലം എന്ന് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഈസ് റിലേറ്റഡ് ടു വാഷ് എന്ന് പറഞ്ഞാൽ കഴുകാൻ. സോപ്പ് കഴുകാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അലക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൂം, ചൂല് എന്തിനാ ഉപയോഗിക്കുന്നത്? അടിച്ചു വാരുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്ലീൻ ചെയ്യാന്ന് പൊതുവിൽ പറയും, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആൻസർ ഏതാണ്? സ്വീപ്പാണ്. ഓക്കെ, ഈ അടിച്ചു വാരുന്ന ആൾക്കാരെ നമ്മൾ സ്വീപ്പർ എന്നല്ലേ പറയുന്നത്. ഓക്കെ, സ്വീപ്പാണ് അതിന്റെ ആൻസർ, ഓപ്ഷൻ സി. Then next question, wax is related to grease in the same way as milk is related to. വാക്സിനകത്ത് വരുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഏത്? ഗ്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്സിന്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ് ഏത്? ഗ്രീസ് എന്ന് പറയുന്നത്. വാക്സ് എന്ന് പറഞ്ഞാൽ മെഴുക്. ഓക്കെ, അതിന്റെ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് ആണ് ഏത്? ഗ്രീസ്. ഓക്കെ, വണ്ടിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീസ്. ഓക്കെ, മിൽക്കിന്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്നാണ്? ഡ്രിങ്ക്, ഗീ, കേർഡ്, പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ മിൽക്കിന്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഒരിക്കലും ഡ്രിങ്ക് വരില്ല അവിടെ. ഓക്കെ, ഡ്രിങ്ക് അവിടെ വരില്ല, കാരണം ഡ്രിങ്ക് എന്ന് പറയുന്നത് കുടിക്കാന്നല്ലേ. ഓക്കെ, അപ്പൊ ഡ്രിങ്ക് അവിടെ വരില്ല. പിന്നെ പ്രോട്ടീനും വരില്ല. ഓക്കെ, പ്രോട്ടീൻ അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവാണ്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്ന വാക്സ് ഈസ് റിലേറ്റഡ് ടു ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഈ മെഴുകിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ആണ് ഗ്രീസ്. അങ്ങനെയാണ് മിൽക്കിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഡക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയുള്ളത് ഗീ, മിൽക്കിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. കേർഡ് എന്ന് പറഞ്ഞാൽ തൈര്. ഓക്കെ, തൈരും ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ തൊട്ട് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ സി കേർഡാണ്, അതായത് തൈരാണ്. ഓക്കെ, ഈ തൈര് കുറുക്കി വെണ്ണ എടുത്ത് വെണ്ണ ഉരുക്കിയിട്ടാണ് എന്തുണ്ടാകുന്നത്? ഗീ, നെയ്യ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ മിൽക്കിന്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി കേർഡാണ്. കേർഡിൽ നിന്ന് നമ്മൾ വെണ്ണ എടുക്കും. ഓക്കെ, ആ വെണ്ണ എടുത്തിട്ട് ആ വെണ്ണ ഉരുക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയ്യ് ഉണ്ടാക്കുന്നത്, ഗീ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ബ്രെഡ് ഈസ് റിലേറ്റഡ് ടു ബേക്കറി ഇൻ ദ സെയിം വേ ആസ് ബ്രിക്ക് ഈസ് റിലേറ്റഡ് ടു മിന്റ്, കിൻ, ഫർണസ്, മൈൻ. ഓക്കെ, അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് നമ്മൾ ബേക്കറിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചുട്ടെടുക്കുന്നത്. ഓക്കെ, ബ്രെഡ് ബേക്കറിയിലാണ് എന്ത് ചെയ്യുന്നത്? ബേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുട്ടെടുക്കുക എന്നാണ്. ഓക്കെ, ബേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡ് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ കടകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഷോപ്പ്, ബേക്കറി എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ബേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുട്ടെടുക്കുക. അപ്പൊ ബ്രെഡ് ബേക്ക് ചെയ്തെടുക്കുന്നത് എവിടെയാണ്? ബേക്കറീസിലാണ്. അങ്ങനെയാണെങ്കിൽ ബ്രിക്ക് ചുട്ടെടുക്കുന്നത് നമുക്കറിയാം ചൂളകളാണ്, അല്ലെ? ചൂള. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിന്റെ കട്ട. ഓക്കെ, ഇഷ്ടിക പോലെയുള്ള കട്ട, അത് ചുട്ടെടുക്കുന്നത് ചൂളയെന്നാണെന്ന് അറിയാം. ഇനി നമുക്ക് ഇതിന്റെ മീനിങ്സ് നോക്കാം. മിന്റ് എന്ന് പറഞ്ഞാല് എന്താണ് ശരിക്കും അർത്ഥം? മിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണയം അടിക്കുന്ന സ്ഥലത്തിനെയാണ് മിന്റ് എന്ന് പറയുന്നത്. കോയിൻ മിന്റ്, കമ്മട്ടം. ഓക്കെ, കമ്മട്ടം. അപ്പൊ കോയിൻ മിന്റ്, നാണയം അച്ചടിക്കുന്ന ഇടത്തിനൊക്കെയാണ് നമ്മൾ മിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മൈൻ, ഓപ്ഷൻ ഡി നോക്കൂ നിങ്ങൾ. മൈൻ എന്ന് പറഞ്ഞാൽ ഖനിയാണ്. ഖനി, ലോഹങ്ങളൊക്കെ നമ്മൾ മണ്ണിന്റെ അടിയിലേക്ക് ഇറങ്ങി എടുക്കുന്ന, ഓക്കെ, സ്വർണ്ണമൊക്കെ കുഴിച്ചെടുക്കുന്ന, അതേപോലെ തന്നെ നിങ്ങൾ KGF കണ്ടില്ല സിനിമയൊക്കെ, അത് മൈനുകളാണ്, ഗോൾഡ് മൈനുകളാണ്. ഓക്കെ, അത് മൈൻ. ഓക്കെ, ഖനികൾ. പിന്നെ ഉള്ളത് കിന്നും ഉണ്ട്, ഫർണസും ഉണ്ട്. ഈ രണ്ട് വേർഡ്സ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടും ശരിക്കും പറഞ്ഞാൽ ചൂള എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, ഫർണസും ചൂള തന്നെയാണ്, കിൽ എന്ന് പറയുന്ന വേർഡും എന്താണ്? ചൂള തന്നെയാണ്. പക്ഷെ ഇവിടെ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണസ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ലോഹങ്ങൾ ഉരുക്കാനുള്ള ചൂളയാണ്.
ഓക്കെ, നമ്മൾ കൊല്ലന്മാരൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഇരുമ്പൊക്കെ ഉരുക്കുന്നില്ലേ, അതിന് ഫർണസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ലോഹങ്ങൾ ഉരുക്കി വേർതിരിക്കാനുള്ള, അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് ശുദ്ധീകരിക്കാനുള്ള ചൂളകളെയാണ് നമ്മൾ ഫർണസ് എന്ന് പറയുന്നത്. എന്നാൽ മണ്ണിന്റെ ചൂള അല്ലെങ്കിൽ കട്ട ഉണ്ടാക്കുന്ന ചൂളയെ നമ്മൾ പറയുന്നത് കിൽന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട് 1, 2, 3 3 പാർട്ടുകളും കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.